పైన కూడా పెట్టాల్సింది వీడియో అంటే మనకి మొత్తం ఈరికైనా అన్నట్టు తీసుకోవడానికి ఉంటుంది ఆ డోర్లో దీపాలు కరెక్ట్గా పెట్టాలి. ഇന്ന് ഞാൻ നിൽക്കുന്നത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. പത്മനാഭസ്വാമി എന്ന് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് വരുന്നത് കംപ്ലീറ്റ് ഞാൻ എൻ്റെ കരിയറിൽ 1985 തൊട്ട് 91 വരെ ഈ പരിസരത്താണ് ജീവിച്ചത്. ഇതിൻ്റെ പുറകിലായിരുന്നു ഞാൻ കുറച്ച് നാളത്തേക്ക് താമസിച്ചത്. അവിടെ പിന്നെ ഞാൻ സെക്രട്ടേറിയറ്റ് മാറി. ഇന്ന് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കരിയർ ട്രിവാൻഡ്രത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ ഹെഡ് ഓഫീസിൽ ആദ്യമായിട്ട് ജോലിയായിട്ട് വന്നത് ഇവിടെയായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ 1985 തൊട്ട് 91 വരെ എൻ്റെ ബാച്ചിലർ ലൈഫ് ഈ പരിസരത്തും ഭഗവാന്റെ ദർശനത്തിനും ഒക്കെ ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. കുറേ നാളുകൾ ഇവിടെ വന്നിട്ടുണ്ട്, ദർശനത്തിന് വന്നിട്ടുണ്ട്. ഇന്ന് ഈ സുദിനത്തിൽ ഇന്ന് ഡിസംബർ 10 ഒരു കല്യാണം ആയിട്ട് വന്നതാണ്. എൻ്റെ സുഹൃത്തിൻ്റെ മോളുടെ കല്യാണത്തിനായിട്ട് എൻ്റെ വളരെയധികം ആത്മസുഹൃത്താണ്. അപ്പോൾ ഈ അവസരത്തിൽ വന്ന സമയത്ത് ഈ ദർശനം കഴിയാതെ വേറെ എവിടെയും പോകുന്നാലും മനസ്സിന് ആഗ്രഹം തോന്നില്ല. അപ്പോൾ ഇവിടെ വരണം, പഴവങ്ങാടി ദർശനം ചെയ്യണം, അതേപോലെ തന്നെ ആറ്റുകാലമ്മയെ ഒന്ന് കാണണം. അതിനുശേഷം മാത്രമേ ഞങ്ങൾ ബാക്കിയുള്ള സോഷ്യൽ പ്രോഗ്രാമിലേക്ക് പോകുള്ളൂ. ഈ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഈ ഭഗവാന്റെ മുന്നിൽ വരുന്ന സമയത്ത് എനിക്ക് ഭഗവാന്റെ ഒരു ഭക്തിയെക്കുറിച്ചിട്ടുള്ള ഒരു കഥ പറയാനാണ് മനസ്സിൽ വരുന്നത്. അതായത് മനുഷ്യനിൽ നമ്മൾ കാണുന്നത് ഈശ്വരനെയാണ്. ഈശ്വരനില്ലാതെ ഒരു മനുഷ്യനെ കാണുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ആ മനുഷ്യൻ്റെ ശരീരത്തിലല്ല, മനുഷ്യൻ്റെ ആത്മാവിലുള്ള ഒരു വിശ്വാസത്തെ നമ്മൾ ഹാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിലും ഈശ്വരൻ കാണുക. ഈ ബ്രഹ്മം എന്ന് പറയുമ്പോൾ തന്നെ ഈശ്വരൻ എന്നാണ് എല്ലാത്തിലും, തൂണിലും തുരുമ്പിലും എല്ലാം. ഇപ്പം നരസിംഹാവതാരം നമ്മൾ കണ്ടത് പ്രഹ്ലാദൻ്റെ കഥയെ നമുക്കറിയാം. പ്രഹ്ലാദൻ ഒരിക്കൽ പറഞ്ഞത്, നമ്മൾ ഹിരണ്യകശിപു അദ്ദേഹത്തിനെ വധിക്കാൻ ശ്രമിച്ചു. പലർക്കും പറയുന്ന സമയത്ത് ഹിരണ്യകശിപു ചോദിക്കുന്ന സമയത്ത് ഭഗവാന്റെ നാമം, തിരുനാമം ജപിക്കാനായിട്ട് മാത്രമേ പ്രഹ്ലാദൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു അവതാരമായിട്ടുള്ള നരസിംഹം അദ്ദേഹത്തിനെ രക്ഷിക്കാനായിട്ട് വരുന്നു. തൂണിലും തുരുമ്പിലും എല്ലാം തന്നെ ഭഗവാനുണ്ട്. ആ ഭഗവാന്റെ ഒരു മായാപ്രപഞ്ചത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ വിഷ്ണുവിൻ്റെ അനുഗ്രഹത്തിൽ മാത്രമേ നമുക്ക് ലൈഫിൽ, ജീവിതത്തിലൊരു ഉന്നതി ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാത്തിലും നമ്മൾ ഈശ്വരനെ കാണുമ്പോൾ മനുഷ്യനിലും കാണണം, മൃഗത്തിലും കാണണം, തൂണിലും കാണണം, തുരുമ്പിലും കാണണം. ഇതാണ് നമുക്ക് പുരാണങ്ങൾ ആ ഭഗവാന്റെ അവതാരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിഷ്ണുവിൻ്റെ, പത്മനാഭസ്വാമി എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ തന്നെ അവതാരമാണ്. ഈ അവതാരത്തിൻ്റെ ഒരു ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായിട്ടുള്ള ദൈവമാണത്. അതും പത്മനാഭ സേവയിൽ ജീവിക്കുന്ന ഇവിടുത്തെ രാജാക്കന്മാർ ഇദ്ദേഹത്തിൻ്റെ ഈ ഭഗവാന്റെ സേവ ചെയ്യുന്നത് പത്മനാഭൻ്റെ പാദസേവയായിട്ടാണ് ചെയ്യുന്നത്. അത്രയും ഒരു മഹത്തായിട്ടുള്ള ഒരു സേവനം ചെയ്യുന്ന ഒരു പാരമ്പര്യമുള്ള ഒരു ക്ഷേത്ര നഗരിയിലാണ്, ഈ പുണ്യനഗരിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ഈ അവസരത്തിൽ ഈ ഭഗവാന്റെ കഥകൾ പറയാനും, പ്രഹ്ലാദനെ ഓർക്കാനും, നരസിംഹമൂർത്തിയെ ഓർക്കാനും, വിഷ്ണുവിൻ്റെ അവതാരത്തെ ഓർക്കാനുമുള്ള ഒരു അവസരം കിട്ടിയതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. എല്ലാവർക്കും നമസ്കാരം.